ഹലോ ഗായ്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട്, ബോട്ട് വേണ്ടിയിട്ട് എല്ലാവരും പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും അറിയാലോ ബോട്ടാണെന്ന്. അപ്പോൾ ഞാൻ ചെയ്യണോ ചെയ്യേണ്ടത് എന്നുള്ള കൺഫ്യൂഷനൊക്കെ ചെയ്തത് കാര്യമല്ല, ചെയ്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ വേറെ പാട്ട് ഒന്ന് രണ്ട് ഒന്ന് ചൊല്ലിക്കൊടുക്കൂ മാഡം. 1 2 മൈക്ക് തിന്നാനല്ല പറഞ്ഞത്. ഗുഡ് കേൾ, ഗുഡ് കേൾ. അപ്പോൾ താങ്കൾക്ക് എന്താണ് ഇന്നത്തെ ബോട്ടിനെ കുറിച്ച് പറയാനുള്ളത്? പറയൂ മാഡം. മാഡം പോകല്ലേ മാഡം. ഇന്ന് പൊതു അവധിയായിട്ട് താങ്കൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ടോ? പൊതു അവധിയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഇല്ല. പിന്നെ എങ്ങോട്ടാ കളി? സോറി, ഇന്ന് പൊതു അവധിയായിട്ട് ഞങ്ങൾക്ക് ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഇലക്ഷൻ ഡ്യൂട്ടി ഉണ്ട്. ഏത് ബൂത്തിലാണാവോ? ഇലക്ഷൻ വരുന്ന ആൾക്കാർക്ക് ബാത്റൂം ബൂത്തിലോ? അപ്പോൾ താങ്കൾ ഇന്ന് ബോട്ട് ചെയ്യാൻ പോകുന്നുണ്ടോ? പ്രാവശ്യം നമുക്ക് വോട്ടില്ല. വൈ? കഴിഞ്ഞ വർഷത്തെ ഹാങ് ഓവർ മാറിയിട്ടില്ല. കഴിഞ്ഞ വർഷമല്ല, 3-4 വർഷമായി. ആര് ജയിച്ചാലും ഓല ഖജനാവുക്ക് പോകുന്നല്ലാതെ നാട്ടുകാർക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. ഞാൻ സ്ഥാനാർത്ഥിയെ മുന്നിട്ട് വേണം ഞങ്ങളെ കുടുംബം ഒന്ന് ഖജനാവാക്കി എടുക്കാൻ. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വണ്ടി. മറ്റു വണ്ടി കൊടുത്തതിന് ശേഷം കൊടുക്കല്ല, അത് ഫുള്ള് കംപ്ലൈൻ്റ് ആയി, തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ്, ഡെയിലി പോയി വരുന്നതുകൊണ്ട് ഏട്ടന് വണ്ടി നിർബന്ധമാണ്. നമ്മൾ എടുത്തതാണ്. ഇനി നമുക്ക് ഉള്ളിൽ പോയൊക്കെ എന്താണ് അവസ്ഥ ഒന്നും അറിയില്ല, പോയൊക്കെ. അപ്പോൾ ഞങ്ങൾ ചായ കുടിച്ച് വെയിലാകും മുമ്പ് ബോട്ട് ചെയ്യാൻ പോകേണ്ടതെന്ന് കൺഫ്യൂഷൻ. അപ്പോൾ ഒന്ന് നോക്കട്ടെ. വീഡിയോ എടുക്കുകയാണെങ്കിൽ ബോട്ട് ചെയ്യാൻ പോകണമല്ലോ, അപ്പോൾ നമുക്ക് വീഡിയോക്ക് വേണ്ടിയിട്ട് ബോട്ട് ചെയ്യാൻ പോകട്ടോ. ഇന്നലത്തെ ചോറും സാമ്പാറും അവിയലും ചിക്കൻ പൊരിച്ചതൊക്കെ ഉണ്ടായിരുന്നു രാവിലത്തേക്ക്. അപ്പോൾ അതൊക്കെ കഴിച്ച് ബോട്ട് ചെയ്യാൻ പോകേണ്ടതെന്നില്ല ഡൗട്ടിലിങ്ങനെ ഇരിക്കുകയാണ്. എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ അച്ഛതാ ID കാർഡ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രൂഫ് വേണമല്ലോ. അപ്പോൾ ആധാർ കാർഡ് പുതിയത് പുതുക്കിയത് വെട്ടിയൊക്കെ എടുത്ത് നന്നാക്കാം. അങ്ങനെ ഞങ്ങൾ പിന്നെ തീരുമാനിച്ചു പോകാമെന്ന്. എന്തായാലും ഒരു വീഡിയോയും കിട്ടുമല്ലോ കരുതി അങ്ങനെ റെഡിയായി. അച്ഛനും അമ്മയൊക്കെ പോയി. അപ്പോൾ ഞങ്ങൾ 2ാം ട്രിപ്പിലാണ് വരും. അപ്പോൾ അച്ഛനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്, മാറ്റിയിട്ട്. ഞങ്ങൾ ഉണ്ടോ റോഡ് ഫുള്ളും പൊളിച്ചിട്ടൊക്കെയാണ്, പൊട്ടിയും. അതിൻ്റെ അമ്മ പോകൂല, വെയിലും. അങ്ങനെ അച്ഛനും ഞാനും കുട്ടി കൂടി പോവുകയാണ്. ഞങ്ങൾ പഠിച്ച സ്കൂൾ കേട്ടോ, 1ാം ക്ലാസ് തൊട്ട് 7ാം ക്ലാസ് വരെ ഞാനിവിടെ പഠിക്കുന്നത്. ഉണ്ടോ സ്കൂളൊക്കെ ഭയങ്കര ഇതായി, അന്നൊന്നും ഇങ്ങനൊന്നും ഇല്ലേനു. അപ്പോൾ ബോട്ടൊക്കെ ചെയ്ത് ഞാൻ ഇറങ്ങി. തിരക്ക് കുറവാട്ടോ, കാരണം വെയിലായതുകൊണ്ട് എല്ലാവരും ഇനി വൈകുന്നേരത്ത് കാത്തു നിൽക്കാതെ. നമ്മൾ ബോട്ടൊക്കെ കഴിഞ്ഞ് ബോട്ടൊക്കെ കഴിഞ്ഞ് എത്തി. ഞങ്ങൾ വയനാട് മണ്ഡലം കേട്ടോ. അപ്പോൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ രാഹുൽ ഗാന്ധി നിൽക്കുന്ന മണ്ഡലം എന്ന് പറയാം. ആളെന്നെ ജയിക്കുകയുള്ളൂ. അതിനിപ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞാലും കൂടിയാലും ഒക്കെ ആളെന്നെ ജയിക്കുള്ളൂ. അത് തലമുറകളായി ഇങ്ങനെ പോകുന്നതുകൊണ്ടൊരു സംഭവമാണ്. ആ ഒരു പാർട്ടി ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഈ ഒരു വയനാട് മണ്ഡലത്തിൽ, അതുകൊണ്ട് അതിനൊരു മാറ്റം ഉണ്ടാവില്ല. വോട്ട് ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ. അപ്പോൾ എല്ലാവരും വോട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര ഉള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടോ? അപ്പോൾ ടാറ്റ, ബൈ ബൈ.